ഹലോ ഗേസ്, കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാണ് ഒരു സംഭവം വരാനുണ്ടെന്ന്. അങ്ങനെ ഇന്നാണ് ആ സംഭവം നടക്കാൻ. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് കമന്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഷോപ്പ്. അതേ ഗേസ്, ഒരു സലൂൺ ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ. അതിന്റെ ഇനാഗ്രേഷൻ ആയിരുന്നു ഞാൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്ത് പരിപാടി ആയിക്കോട്ടെ, വെഡിങ് ആയിക്കോട്ടെ, ഇനാഗ്രേഷൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, കാറിന്റെ, അതായത് ഒരു ഓട്ടോ ഷോ ഇല്ലാത്ത പരിപാടി നമ്മുടെ വീട്ടിൽ. ഈ കിടക്കുന്ന കാറുണ്ടല്ലോ, ഇത് നമ്മുടെ പരിപാടിയിൽ ഒരു മെയിൻ ഗസ്റ്റ് ആണ്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും എന്താ. പിന്നെ നമ്മളൊക്കെ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങിന്റെ ആൾക്കാരായതുകൊണ്ട് തന്നെ അന്നിടാനുള്ള ഡ്രസ് ഞാൻ രാവിലെ സ്റ്റുഡിയോയിൽ പോയിട്ടായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അനിയൻ ആനിവേഴ്സറിക്ക് തന്ന ഷർട്ടിന് ഒരു പെയർ ആയിട്ടുള്ള പാന്റ് പർച്ചേസ് ചെയ്യാനാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിലും എടുത്തു വന്നപ്പോൾ വേറൊരു സാധനമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രസ് സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കി ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരു 3 ഐറ്റംസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ പർച്ചേസ് ചെയ്യാൻ പോയ സമയത്താണ് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മൂമെന്റ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം കുറച്ച് നാൾക്ക് മുന്നേ ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ചിലപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടാവും. എന്നാൽ ഇന്ന് എനിക്കത് പർച്ചേസ് ചെയ്യാനുള്ള ബഡ്ജറ്റ് അല്ലെങ്കിൽ അതിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കഴിവ് എനിക്ക് ഉണ്ട് താനും. അതിനോടൊപ്പം തന്നെ നീ അത് ചെയ്യണ്ട, ഞാൻ അത് വാങ്ങി തരാന്ന് പറയുന്ന ഒരു ഹസ്ബൻഡും ഉണ്ട്. ഈ ഒരു മൊമെന്റിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഉപ്പായും കൂടെ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ബിക്കോസ് ഇനി എപ്പോഴാണ് കഴിക്കാൻ പറ്റുന്നത് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഒരു മിനി സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഷുഗർ കട്ട് ആണെങ്കിലും നമ്മൾ പായസം കണ്ടാൽ മതി മറന്നു പോകുമല്ലോ. ഫുഡൊക്കെ കഴിക്കും നമ്മൾ പോവുകയാണ്. സ്റ്റുഡിയോയിൽ നിന്ന് ഡ്രസ്സ് എടുത്തത് എനിക്ക് മാത്രമല്ല ഉമ്മാക്കും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനിടാനുള്ള ഷാള് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ ഷോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നേരെ ലാവൻഡറിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ടിസ്റ്റ് ഉണ്ട് കേസ്, ഇവിടുന്ന് വാങ്ങിയ ഷാളല്ല ഉമ്മ ഇട്ടത്. ഉമ്മ വേറെ ഷാളായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പോയി റെഡി ആവാം, ബിക്കോസ് വൈകിട്ടാണ് പരിപാടി. ഇതിന്റെ ഒരു ഗെറ്റ് റെഡി മിത്ത് ഞാൻ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യാം, അതിനുള്ള സംഭവം. ഇനി നമ്മൾ നേരെ ഷോപ്പിലോട്ട് പോവാണ്. ഉപ്പായും ഞാനോടായിരുന്നു പോകുന്നത്. ഷിനു നേരിട്ട് അങ്ങോട്ട് വരുത്തതേ ഉള്ളൂ. ഒരുങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടുകൊണ്ട് കുറേ അധികം ഷോ ഓഫ് ഞാൻ നടത്തിയിട്ടുണ്ട്. നമ്മൾ ചെന്ന പുറകിന് മ്യൂസിക്കിന്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ബാക്കി അറേഞ്ച്മെന്റ്സിന്റെ പുറകിനായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കഴിഞ്ഞതോടുകൂടി എല്ലാവരും വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആകെ റഷായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റിയ ഐഷു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അവളുമാരെ കുറേ ദിവസത്തിന് ശേഷം ക്ലാസ് കഴിഞ്ഞിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. റിയ വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ ഞാൻ ടെൻഷൻ എടുക്കേണ്ട, ബാക്കി കാര്യങ്ങളൊക്കെ അവൾ ഹാൻഡിൽ ചെയ്തോളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എനിക്ക് നോക്കുകയും ചെയ്യാം. ഇവൾ വന്നാൽ മാത്രമാണ് എന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് ഒരാൾ എടുക്കാനും ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ വീഡിയോ എടുക്കും? എൻ്റെ വീഡിയോ എടുക്കൽ പോസിബിളേ അല്ല. അവൾ ഉള്ളപ്പോഴാണ് ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് നടക്കാറുള്ളത്. അങ്ങനെ ഓരോ സൈഡിൽ കൂടെ ഓരോരുത്തർ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സിനാപ്പിടി ആരുടെയാണ് പരിപാടി? ആ ട്രെയിലർ ചന്തയിൽ ഇങ്ങനെ നിറഞ്ഞിക്കണ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഹായ് ഹായ്. जहां में है देखा कहीं भी ना मिला, तेरी आंखों में दिखता जो प्यार है मेरा, जिन आंखों में घुल के हसीना. അങ്ങനെ ഫൈനലി കുറേ ദിവസം കൊണ്ട് കാത്തിരുന്ന ഇനാഗ്രേഷനൊക്കെ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരു സന്തോഷവും ഇമോഷനും നിറഞ്ഞ മൊമെന്റിലായിരുന്നു. കാണുന്നവർക്ക് ഇതൊരു വലിയ സംഭവം അല്ലായിരിക്കാം മേ ബി, പക്ഷെ ഇത് ഞങ്ങൾക്കൊരു വലിയ സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ്വാരപ്പം എല്ലാം കഴിഞ്ഞ് സ്വീറ്റ്സ് കൊടുത്തതോടുകൂടി ഓൾമോസ്റ്റ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓവറോൾ ലുക്കൊന്നും എടുക്കാനുള്ള ഒരു സമയവും സന്ദർഭവും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ നല്ലപോലെ എടുത്തിട്ടില്ല. ജസ്റ്റ് ഞാനിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ കുറേയൊക്കെ കാണുന്നുണ്ടെന്നാണ് എന്റെ വിചാരം. സലൂണിന്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഷോപ്പിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഷോർട്ട് വീഡിയോയിൽ അങ്ങാണ് പോസ്റ്റ് ചെയ്യാറ് ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മൾ സ്വീറ്റ്സ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ചായ, ജ്യൂസ്, സമൂസ ഒക്കെ ആയിരുന്നു ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കൊടുക്കുന്ന പരിപാടിയിലെ തിരക്കിലും പിന്നെ നമ്മുടെ ഫ്യൂഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇനി എന്ത് പരിപാടി ഉണ്ടെങ്കിലും ദാ ഇതുപോലൊരു ഓട്ടോ ഷോ അത് മസ്റ്റാണ്.
പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഒതുക്കി പിറകി ഇടാനുണ്ട്. ഓരോരുത്തരൊക്കെ ആയിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് കുറേ പേര് പോയി കഴിഞ്ഞു, കാരണം പരിപാടി കഴിഞ്ഞല്ലോ. പക്ഷെ ലാസ്റ്റ് സമയത്ത് നമ്മുടെ മാമിയും മാമനും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവർ ലാസ്റ്റ് ആണ് വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻഷാല്ലാ ഞാൻ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് വീഡിയോയിലോ ലോങ് വീഡിയോയിലോ ആയിട്ട് ഞാൻ കട നല്ലപോലെ ഒരു ദിവസം കാണിച്ചു തരാം. അങ്ങനെ ഫസ്റ്റ് ഡേ അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസും വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ ഞാൻ ഇൻഷാല്ലാ പറയുന്നതായിരിക്കും. കഴിഞ്ഞു ഖലാസ് ഹോ ഗയാ. അവയെല്ലാം കഴിഞ്ഞിട്ട് ഇതുവരെ കണ്ടതിനും സഹിച്ചതിനും കേട്ടതിനും ഒരുപാട് നന്ദി. വിത്ത് ലവ്, സുൽത്താന ഷഹീൻ.